അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. എല്ലാ ടിപ്പിക്കൽ ടേംസുമായിട്ടുള്ള ഫെമിലറൈസേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് ആദ്യം നോക്കാം. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് അക്സെപ്റ്റ്സ് ആൻഡ് സ്റ്റോർസ് ദി ഇൻപുട്ട് ഡേറ്റ. അതേപോലെ it performs various operations on the input data and thereby produces the output. Okay, and it displays the output data to the world. എന്ന് പറയുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസസ്സ് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, അതേപോലെ ആ ഇൻപുട്ട് ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് ഔട്ട്പുട്ടായിട്ട് ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ട് പുറത്ത് കാണിക്കുക. അതാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്ത് രണ്ട് പാർട്സ് ആണുള്ളത്. ഒരു ഹാർഡ്വെയർ ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പം അതാണ് അതിൻ്റെ ഫിസിക്കൽ പോർഷനാണ് ഹാർഡ്വെയർ. അതിൻ്റെ സോഫ്റ്റ്വെയർ പോർഷനാണ് എന്താ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സോൾവിങ് സെർട്ടൻ ടാസ്ക് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലേ? ഒരു കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാസ്കിനെയോ ഒരു പ്രോബ്ലത്തെയോ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് ഇനി പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ്, അപ്പോൾ അത് പ്രത്യേകം പഠിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് ഇത് തമ്മിൽ ഉള്ളത് എന്ന് പറഞ്ഞുതരാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ്വെയർ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഏറ്റവും മെഷീനായിട്ട് കിടക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് ആ ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ, അത് കമ്പ്യൂട്ടറായിട്ട് ആ ഒരു വർക്കിംഗ് നടക്കണമെങ്കിൽ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തായാലും അതിനകത്ത് ആവശ്യമാണ്. It helps the users to focus on an application or problem to be solved without needing to know the details of how the machine works internally. അപ്പം ഞാൻ ആ ഒരു കമ്പ്യൂട്ടർ എന്നൊരു പെട്ടിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ സോഫ്റ്റ്വെയർ ഇൻസൈഡ് ഓർ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻസൈഡ് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല ആ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻബില്ലി ഡീഫോൾട്ടായിട്ട് അത് തന്നെ വർക്കൗട്ട് ചെയ്യും എന്താണ് യൂസർ ആവശ്യപ്പെട്ടത് ഓവർ ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ മുമ്പിലായിരിക്കും. നമ്മളും യൂസറുമായിട്ട് ലിങ്ക് വരുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആയിരിക്കും. പക്ഷേ ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഹാർഡ്വെയറുമായിട്ട് ലിങ്ക് വരുന്നത് ഏത് വഴിയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ വഴിയാണ്. ഇനി അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് പറയാനുള്ളത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ primarily concerned with the solution to some problem using computer as a tool. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ന് പറയുമ്പം ഒരു കമ്പ്യൂട്ടറിനെ ഒരു ടൂളാക്കി എടുത്തുകൊണ്ട് അതിന് സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേറെ ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇറ്റ്സ് റൺ അണ്ടർ ദി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെയാണോ? അല്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ വെറുതെ ഒറ്റയ്ക്കായാലും വർക്ക് ചെയ്യും. അതിനകത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒന്നും വേണമെന്നില്ല. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ there should be a system software. For example, an operating system is a system software. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതേപോലെയുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ഡിഫറെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ അസംബ്ലർ ഉണ്ട്, ലിങ്കർ ഉണ്ട്, ലോഡർ ഉണ്ട്, ഡീബഗ്ഗർ ഉണ്ട്, ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്, മാക്രോ പ്രോസസ്സേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്, കമ്പൈലർ ഉണ്ട്, ഇൻ്റർപ്രറ്റർ ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പം അസംബ്ലർ എന്താണെന്ന് വെച്ചാൽ അസംബ്ലർ ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് കൺവേർട്സ് എൻ അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയാൻ ദേ ആർ ഇൻ ടേംസ് ഓഫ് ന്യൂമോണിക്സ്. ഈ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ട് എഴുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആയിട്ടുള്ള ബൈനറി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏത് സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്? അസംബ്ലർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലിങ്കർ. ലിങ്കർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് കമ്പൈനിങ് വേരിയസ് പീസസ് ഓഫ് കോഡ് ആൻഡ് ഡേറ്റ ഇൻ ടു എ സിംഗിൾ ഫയൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഡ് ചെയ്ത് മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ ലിങ്കേജസ് ആവശ്യമുണ്ടോ
ആ ലിങ്കിങ് എല്ലാം കമ്പൈൽ ടൈമിലോ റൺ ടൈമിലോ ലിങ്ക് ചെയ്യിപ്പിച്ച് വെച്ച ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡിങ്ങിന് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു C പ്രോഗ്രാമിനകത്ത് നമുക്ക് ലൈബ്രറി ഫങ്ഷൻസ് map.h ഉണ്ട്, graphics.h ഉണ്ട്, stdio.h ഉണ്ട്, കോണിയോ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, they are linked to the libraries. അപ്പം ആ ലിങ്കിങ് പ്രോസസ്സ് ആരാണ് ചെയ്യുന്നത്, ലിങ്കർ ആണ് ചെയ്യുന്നത്. ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഏതൊക്കെ അതിന് ആവശ്യമായ സാധനങ്ങളുണ്ടോ അതെല്ലാം ലിങ്ക് ആക്കിയിട്ട് ഇത് മൊത്തത്തിലാണ് നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കുന്നത്, ലോഡിങ്ങിന് സഹായിക്കുന്നത്, ലോഡിങ്ങിന് കൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഡർ എന്താണ്, ദേ ആർ ഓൾസോ എ സിസ്റ്റം സോഫ്റ്റ്വെയർ വെയർ it copies the program from the storage device to the computer's main memory where the program has been executed. അപ്പം മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ട് കൊടുത്തിട്ട് അവിടെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത്. അവിടെ നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പ്രോഗ്രാമിനെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ അതിന് ഒരു യൂസറിൻ്റെ സഹായം ആവശ്യമില്ല. ദ ലോഡർ ടേക്സ് കെയർ ഓഫ് ലോഡിങ്. ഓക്കെ, അടുത്തത് ഡീബഗർ. ഈ ഡീബഗർ എന്താണ് ചെയ്യുന്നത്, ബഗിനെ കണ്ടുപിടിക്കുന്നതാണ് ഡീബഗർ. ഈ ബഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐദർ ആൻ എറർ ഓർ ഫോൾട്ട് ഇൻ എ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ല, ആ പ്രോഗ്രാം കോഡിനകത്ത് എററോ ഒരു ഫോൾട്ടോ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുന്ന ജോലിയാണ് ഡീബഗർ ചെയ്യുന്ന ജോലി. ഓക്കെ, അതും ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് നമുക്ക് യൂസറായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല, പക്ഷേ ഇൻ്റർപ്രറ്ററോ കമ്പൈലറിനകത്തോ ഡീബഗിങ് തന്നെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട്, ചിലപ്പം ഹോൾ ആയിട്ടായിരിക്കും, ചിലപ്പം ലൈൻ ബൈ ലൈൻ ആയിരിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്, ബഗിങ് ചെയ്യുന്നത് ഡീബഗറാണ്. ഇനി ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പം there are kernel device drivers and other user device drivers. Okay, device drivers different type ഉള്ളതാണ്. ഞാൻ പറയാം കേർണലും യൂസർ ഡിവൈസ് ഡ്രൈവേഴ്സും. കേർണലിനകത്തുള്ളത് ഇപ്പം നമ്മുടെ മദർ ബോർഡ്, നമ്മുടെ മൗസ്, കീബോർഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ഡിവൈസ് ഡ്രൈവേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് ഇൻബിൽഡ് ഇൻ ഇറ്റ്. ഓക്കെ, നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വർക്ക്സ് അലോങ് വിത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദി കേർണൽ. പക്ഷേ ഒരു പുറത്തൊരു ആപ്ലിക്കേഷൻ ലെവലായിട്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നല്ല, അല്ലാതെ നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ USB കൊണ്ടിടുക, അല്ലെങ്കിൽ ക്യാമറ കൊണ്ടിടുക, അല്ലെങ്കിൽ CD ഡ്രൈവ് കൊണ്ടിടുക, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക, ഇങ്ങനെ എന്ത് നമ്മൾ ചെയ്താലും ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. വിച്ച് ഇസ് കോമ്പാക്റ്റബിൾ ആൻഡ് which is capable for making the communication between this operating system and the device to go through. Okay, അപ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് what we do is we install a device driver which is software, system software of that device. അതിനെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ the communication between the operating system and the device goes smoothly. ഓക്കെ, അതിന് സഹായിക്കുന്ന ഡ്രൈവേഴ്സാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇനി അടുത്തത് വാട്ട് ഈസ് മാക്രോ പ്രോസസ്സർ. മാക്രോ പ്രോസസ്സേഴ്സ് ആർ നത്തിങ് ബട്ട് ദേ ആർ ജസ്റ്റ് കോഡ്സ് ഫ്രാഗ്മെൻറ്റ്സ്. കുറച്ച് സെറ്റ് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സ് ആണത്. ഈ കോഡുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ വാട്ട് വി ഡു ഇസ് വി പ്ലേസ് ദം ആസ് മാക്രോസ്. എന്നിട്ട് പ്രോഗ്രാം എവിടൊക്കെ നമുക്ക് ഈ മാക്രോസിൻ്റെ ആവശ്യമുണ്ടോ ദേ വി പ്ലേസ് ദി മാക്രോ പ്രോസസ്സേഴ്സ് നെയിംസ്. എന്നിട്ട് അപ്പം ഈ മാക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും, it identifies where the names of the macros are, and what it does is it takes out the definition or the expansion of macros and replays that locations. എവിടൊക്കെ ഡെഫിനേഷൻസോ ആ മാക്രോൻ്റെ കോപ്പീസ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എന്താ പറയുക പ്രോഗ്രാമിൽ എവിടൊക്കെ മാക്രോൻ്റെ പേര് വരുന്നുണ്ടോ അവിടെ എല്ലാം ഈ ഒരു എക്സ്പാൻഷനായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതാണ് മാക്രോ പ്രോസസ്സർ ചെയ്യുന്ന ജോലി. ഓക്കെ, ഇനി ടെക്സ്റ്റ് എഡിറ്റേഴ്സ് എന്താണ്. ടെക്സ്റ്റ് എഡിറ്റർ ഇസ് എ പ്രോഗ്രാം വിച്ച് അലൗസ് എ യൂസർ ടു ക്രിയേറ്റ് ദി സോഴ്സ് ഇൻ ദി ഫോം ഓഫ് ടെക്സ്റ്റ്. അപ്പം നമ്മുടെ സോഴ്സ് ഇപ്പം ഒരു മെയിൻ മെമ്മറിയിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുമ്പം നമ്മുടെ മെയിൻ മെമ്മറിയിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ആവശ്യം വരും. ഇത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം നമുക്കൊരു പാർട്ട് എഴുതി കൊടുക്കുക, ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, ആ എഡിറ്റർ എടുത്ത് അതിൻ്റെ മോഡിഫിക്കേഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ള പ്രോസസ്സുകളെല്ലാം നമ്മളൊരു പ്രോഗ്രാം കോഡിലൊക്കെ എഴുതുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ടെക്സ്റ്റ് എഡിറ്റേഴ്സിൽ ഇൻബിൽഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ആ ഒരു സോഴ്സ് കോഡ് എവിടെയാണ്, ആ ഡോക്യുമെൻ്റ് എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ പാത്ത് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു എഴുതി ആ പ്രോഗ്രാം കോഡ് എഴുതിയിട്ട് നമ്മൾ പറയുക അതിനകത്ത് എന്തെങ്കിലും എഡിഷൻ ഡിലീഷൻ വല്ലതും വേണമെങ്കിൽ
ആ ഒരു സംഭവമാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അടുത്തത് കമ്പൈലറും ഇൻ്റർപ്രറ്ററും സെയിം ജോലികളാണ് ചെയ്യുന്നത്. ഓൺലി ദർ ആർ ഡിഫറൻസസ്, പക്ഷേ ഐഡൻറ്റിക്കലി ദേ ഷോ സം കോമൺ സിമിലാരിറ്റീസ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? ബോത്ത് ആർ ഡൂയിങ് ഡീബഗിങ്. രണ്ടും ഡീബഗിങ് ചെയ്യും. അതേപോലെ ഇറ്റ് കൺവേർട്സ്, അതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് ഡീബഗിങ്ങിനേക്കാളും ഇറ്റ് കൺവേർട്സ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് ടു ലോ ലെവൽ ലാംഗ്വേജ്. It converts high level language to low level language. Both converts high level language to low level language. പക്ഷേ the differences are കമ്പൈലറിനകത്ത് it has an intermediate source code that is called the object code. ഈ കമ്പൈലർ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന ലാംഗ്വേജിനെ ഒബ്ജക്റ്റ് കോഡുകളായിട്ട് മാറ്റിയിട്ട് അതിനെയാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ആക്കുന്നത്. ഓക്കെ, പക്ഷേ കമ്പൈലർ ജസ്റ്റ് ഒരു ഉള്ളടക്കം പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഹാസ് മെനി ഫേസസ് സച്ച് ആസ് ലെക്സിക്കൽ അനാലിസിസ്. ആദ്യമേ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ സിൻടാക്റ്റിക്കൽ അനാലിസിസ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ മീനിങ് ആയിട്ടുള്ള സെമാറ്റിക് അനാലിസിസ് ചെയ്യുന്നു, അതിൽ നിന്ന് കോഡ് ജനറേറ്റ് ചെയ്യുന്നു വിച്ച് ഇസ് ഡൺ ബൈ ദി ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ആൻഡ് ഫൈനലി ഒപ്റ്റിമൈസിങ് ദി കോഡ് ടു ഫൈൻഡ് ദി ബൈനറി വാല്യൂസ്. ഇത്രയും ഫേസസ് ആക്ച്വലി കമ്പൈലേഴ്സിനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർപ്രറ്ററിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഇൻ്റർപ്രറ്ററിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈനാണ് ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ചെയ്യുന്നത്. ഓരോ സിംഗിൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അതാണ് ഇൻ്റർപ്രറ്റർ തമ്മിലുള്ള വ്യത്യാസങ്ങളല്ലാതെ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻ്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. ഇവിടെ ഇൻ്റർപ്രറ്റർ, ഇവിടെ കമ്പൈലർ, ഇതിനകത്ത് കമ്പൈലർ ഇവിടെ, ഇൻ്റർപ്രറ്റർ ഇവിടെ. അപ്പോൾ അത് നോട്ട് ചെയ്യണം പ്രത്യേകിച്ച്, തിരിഞ്ഞു പോലെ ഡിഫറൻസസ് എഴുതുമ്പോൾ. ഓക്കെ, ഇൻ്റർപ്രറ്റർ എന്ന് പറയുമ്പം ഇറ്റ് ഡസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്. കമ്പൈലർ എന്ന് പറയുമ്പോൾ ഹോൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അത് ഓൾറെഡി പറയുന്നത് എൻറ്റയർ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ആണ് കമ്പൈലർ ചെയ്യുന്നത്. ഇത് നോട്ട് ചെയ്യണം, ഇത് കമ്പൈലർ, ഇത് ഇൻ്റർപ്രറ്റർ, ഇത് ഉൾട്ടയാണ്. ഓക്കെ, ഇനി ഇൻ്റർപ്രറ്റർ എന്ന് പറയുമ്പം സിംഗിൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ എക്സിക്യൂഷൻ ടൈം ഇസ് സ്ലോവർ. ഇൻ്റർപ്രറ്ററിൽ എക്സിക്യൂഷൻ ടൈം സ്ലോവർ ആണ്, കമ്പൈലർ ഇറ്റ് ഇസ് ഫാസ്റ്റർ. ആൻഡ് ഇവിടെ എക്സാമ്പിൾ ഓർത്തിരിക്കുക, പൈത്തൺ ആണ് ഇൻ്റർപ്രറ്ററിൻ്റെ എക്സാമ്പിൾ. കമ്പൈലർ നമുക്കറിയാം C++, ഇതെല്ലാം കമ്പൈലറിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇൻ്റർപ്രറ്ററിൽ ഇൻ്റർമീഡിയറ്റ് കോഡ് ഒന്നും ജനറേറ്റ് ചെയ്തില്ല. കമ്പൈലറിന് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അഡീഷണൽ മെമ്മറി റിക്വയർമെൻറ്റ് ഉണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇവിടെ വരുന്നത് കമ്പൈലറിനകത്ത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടിംഗ് ഫാസ്റ്റർ. ഓക്കെ, അതിനകത്ത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പെട്ടെന്ന് കമ്പൈലർ നടക്കും, കാരണം അത് ഹോൾ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട്. ഇനി അടുത്തത് ഇൻ്റർപ്രറ്ററിനകത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എടുക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, അവിടെ ലൈൻ ബൈ ലൈൻ മാത്രമായതുകൊണ്ട് അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. മെമ്മറി റിക്വയർമെൻറ്റ് പറഞ്ഞു, ഇവിടെ വേണം, ഇവിടെ വേണ്ട. പിന്നെ കമ്പൈൽഡ് എവറി ടൈം. ഇൻ ഹിയർ ദ ഹൈ ലെവൽ പ്രോഗ്രാം ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലോ ലെവൽ പ്രോഗ്രാം. എറേഴ്സ് ആർ ഡിസ്പ്ലേഡ് ആഫ്റ്റർ ദി എൻറ്റയർ പ്രോഗ്രാം ഇസ് ഫിക്സ്ഡ്. കമ്പൈലർ നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുക, അപ്പോൾ എല്ലാ പ്രോഗ്രാമും എൻറ്റയർലി ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ ആണ്. ഇവിടെ C പ്രോഗ്രാമാണ്, ഇവിടെ ബേസിക് ആണ്, എന്ത് നമ്മുടെ എക്സാമ്പിൾസ്. ഇനി അതേപോലെ സിസ്റ്റം സോഫ്റ്റ്വെയർ വേഴ്സസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. അതിൻ്റെ ഡിഫറൻസും വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം ഈ സ്ലൈഡ് പഠിച്ചേക്കുക. ഓക്കെ, പിന്നെ വാട്ട് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഴുതുമ്പോൾ എപ്പോഴും ഒരു ഡയഗ്രാം കൂടെ കൺസിഡർ ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മീൻസ് ഇറ്റ് ഇസ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ദി ഹാർഡ്വെയർ ആൻഡ് ദി യൂസർ. അപ്പം ഇവിടെ നമുക്ക് പല എക്സാമ്പിൾസ് അറിയാം. പിന്നെ നമുക്ക് എന്താ സോഫ്റ്റ്വെയർ ദറ്റ് റൺസ് ഓൺ ദി ഹാർഡ്വെയർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഹാർഡ്വെയറിൻ്റെ മേലും റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ യൂസേഴ്സ് ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തായിരിക്കും നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും ഇരിക്കുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ലിങ്ക് വരുന്നതാണ് CPU, RAM ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, പിന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഡിവൈസ് ഡ്രൈവേഴ്സ് അതിൻ്റെ ഒരു സ്ലൈഡാണിത്. ഞാൻ പറഞ്ഞ സെയിം ഡെഫിനിഷൻസ് ആണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് പിന്നെ മാക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് ഇസ് റിപ്പീറ്റ്ലി ബീൻ യൂസ്ഡ്, അതിനെയാണ് മാക്രോസ് എന്ന് പറയുന്നത്. ആ മാക്രോസിന് സ്പെസിഫിക് നെയിംസ് ഉണ്ട്. അത് യൂസ് എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഓൾറെഡി ഞാനൊരു സോഴ്സ് കോഡ് തന്നെ ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ എനിക്ക് ആവശ്യമുണ്ട് അവിടെയെല്ലാം മാക്രോസിൻ്റെ പേര് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഈ മാക്രോ പ്രോസസ്സർ എന്താണ് ചെയ്യുന്നത്, ആ എക്സ്പാൻഡഡ് കോഡ് ആ പേരുകളുടെ അവിടെ എക്സ്പാൻഡ് ചെയ്ത് വെക്കും.
ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അസംബ്ലറിനോ കമ്പലറിനോ കൊടുത്തിട്ട് അതിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ അതിന് ലൈൻ ബൈ ലൈൻ എഴുതിയിട്ടുണ്ടാണ്. ഇറ്റ്സ് ഹാവിങ് കോമൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഈ കോമൺ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മളൊരു സിംഗിൾ സെറ്റ് ഓഫ് കോഡാക്കി മാറ്റുന്നു. ഓക്കെ, അതിനെ മാക്രോ എന്ന് പറയുന്നു. ഇതിന് മറ്റേതുപോലെ തന്നെ ഇൻവോൾവ് ഡെഫിനിഷൻ, ഇൻവൊക്കേഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അത് നമ്മൾ 5th മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അടുത്തത് നെക്സ്റ്റ് ക്ലാസ് പറഞ്ഞുതരാം.